വേദനിപ്പിക്കുന്നത്. നിങ്ങൾ ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിനെ വേദനിപ്പിച്ചാൽ നിങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെയാണ് വേദനിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ അംഗങ്ങളെ നിങ്ങൾ ഇന്ന് വേദനിപ്പിച്ചാൽ കോട്ടുമല ഉസ്താദിനെ, കാളമ്പാടി ഉസ്താദിനെ, കോഴിക്കുട്ടി ഉസ്താദിനെ, സൈനുൽ ഉലമയെ, ഷെയ്ഖുന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കഴിഞ്ഞുപോയ ഈ സാലിഹീങ്ങളെയാണ് നിങ്ങൾ വേദനിപ്പിക്കുന്നത്. അവരുടെ വഴി ഇവിടെ ഒരു പോറലേൽക്കാതെ, അവർ പഠിപ്പിച്ച ആദർശത്തിന്റെ അതിൽ കലക്കവെള്ളം ചേർക്കാതെ, അത് മലിനപ്പെടുത്താതെ, ആ പരിശുദ്ധിയോടെ, ആദർശ വിശുദ്ധിയോടെ ഒരു കോംപ്രമൈസും ഇല്ലാതെ നിലനിർത്തുന്നു എന്നത് മാത്രമാണ് ഇന്നും ബഹുമാനപ്പെട്ട സമസ്ത ചെയ്യുന്നത്. അതുകൊണ്ട് സമസ്തയുടെ അകത്തളങ്ങളിലേക്ക് ചെറിയ രൂപത്തിൽ ബിദ്അത്ത് കടന്നു കയറിയാൽ സമസ്ത മാറ്റി നിർത്തണ്ടേ? എന്തിനാണ് സമസ്തക്ക് കീഴ്ഘടകങ്ങൾ? SKSSF ആണ് ഈ പരിപാടി നടത്തുന്നത്. ഒരു എസ് സമസ്തയാണ്, മറ്റൊരു എസ് സുന്നിയാണ്. SYS ഉണ്ട്, മറ്റൊരു സംഘടന സുന്നി യുവജന സംഘമാണ്. മറ്റൊരു കീഴ്ഘടകമാണ് SMF, സുന്നി മഹല്ല് ഫെഡറേഷൻ ആണ്. SKMMA സുന്നി സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ആണ്. SBB മുതൽ 14 കീഴ്ഘടകങ്ങളിലുള്ള ആ എസ് വെട്ടിമാറ്റാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. അതിനാണ് ഈ സമ്മേളനങ്ങൾ. എന്തിനാണ് നിങ്ങൾക്ക് എസ് വെട്ടിമാറ്റുന്നത്? ഈ 14 കീഴ്ഘടകങ്ങൾ നിങ്ങൾക്ക് സമസ്ത വെട്ടിമാറ്റണം, നിങ്ങൾക്ക് സുന്നി വെട്ടിമാറ്റണം. സുന്നി ഇല്ലാത്ത എന്ത് SKSSF, സുന്നി ഇല്ലാത്ത എന്ത് SBB, സുന്നി ഇല്ലാത്ത എന്ത് SYS, സുന്നി ഇല്ലാത്ത എന്ത് SMF. സമസ്തയുടെ കീഴ്ഘടകങ്ങളിലേക്ക് മുജാഹിദ് പള്ളിയിൽ ജുമുഅക്ക് പോകുന്ന ആളുകളെ ഭാരവാഹികളായി കൊണ്ടുവന്നാൽ സമസ്തക്കാർക്ക് അതിൽ വേദന ഉണ്ടാവും. അവിടെയാണ് വിഷയം. തറാവീഹ് 8-ന് പോകുന്ന, മുജാഹിദ് ജമാഅത്ത് പള്ളിയിൽ ജുമുഅക്ക് പോകുന്ന, ഈ ഖുത്ബിയത്തിനെയും ഹദ്ദാദിനെയും മൗലിദിനെയും വിമർശിക്കുന്ന പകുതി സുന്നികളായ ആളുകൾ, കാൽ സുന്നികളായ ആളുകൾ, മുക്കാൽ സുന്നികളായ ആളുകൾ, അവര് ഈ പ്രസ്ഥാനത്തിന്റെ നമ്മുടെ മഹല്ലുകളുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്നാൽ ഈ ഉമ്മത്തിൽ ദീനും ആത്മീയതയും നഷ്ടപ്പെടും. അതാണ് നമ്മുടെ ബേജാറ്. അപ്പൊ സമസ്ത ഇടപെടും. അതാണ് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത്. സുന്നി സ്പിരിറ്റ് ഇതൊരു ആവേശമല്ല. ഒരു കാര്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറുകൾ യാസീൻ ഓതാൻ ആൾ വേണ്ടേ? ആത്മീയത ആഗ്രഹിക്കുന്നവർ അത് മോഹിക്കുന്നില്ലേ? നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ടേ? നമ്മെ ഖബറടക്കം നടത്തിയാൽ അവിടെ തസ്ബീഹും തൽഖീനും ഓതണ്ടേ? അവിടെ ഖത്മുൽ ഖുർആൻ നടക്കട്ടെ, മൗലിദ് ഓതണ്ടേ, ദിക്ർ ചൊല്ലണ്ടേ? നമുക്ക് ആത്മീയമായി പലതും ലഭിക്കട്ടെ മരിച്ച ഖബറിൽ കിടക്കുമ്പോ? ഇതൊന്നും വേണ്ട എന്ന് പറയുന്ന ആളുകൾ അവര് പാരമ്പര്യ മഹല്ലുകളിലേക്ക് കടന്നു വന്നാൽ